ലോകം സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഭീതിയിൽ. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ യുദ്ധത്തിൽ ആഗോള ഓഹരി വിപണികൾ തകർന്നടിഞ്ഞു. ഇന്ത്യൻ വിപണിയിൽ സെൻസെക്സ് 2226.79 പോയിന്റ് അഥവാ 2.95% ഇടിഞ്ഞ് 73,137.49 നിഫ്റ്റി 725.10 പോയിന്റ് അഥവാ 3.17% ഇടിഞ്ഞ് 22,179.35 ക്ലോസ് ചെയ്തു. 10 മാസത്തെ ഏറ്റവും കനത്ത ഇടിവിനാണ് ദലാൽ സ്ട്രീറ്റ് ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. പകരച്ചുങ്കം ഏർപ്പെടുത്തിയ യുഎസ് നടപടിക്ക് പിന്നാലെ ഏഷ്യൻ വിപണികളെല്ലാം കനത്ത ഇടിവോടെയാണ് വ്യാപാരം ആരംഭിച്ചത്. ഇതിന്റെ അലയൊലിയാണ് ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിച്ചത്. എല്ലാ സെക്ടറുകളും നഷ്ടത്തിലേക്ക് വീണു. BSE ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ മൊത്തം വിപണി മൂലധനം ഒറ്റ ദിവസം കൊണ്ട് 14.09 ലക്ഷം കോടി രൂപ കുറഞ്ഞ് 389 ലക്ഷം കോടി രൂപയായി. രാവിലത്തെ വ്യാപാരത്തിനിടെ ഒരു ഘട്ടത്തിൽ നിക്ഷേപകരുടെ സമ്പാദ്യത്തിൽ 20.16 ലക്ഷം കോടി രൂപയുടെ വരെ കുറവുണ്ടായി. ഏഷ്യൻ വിപണികളിൽ ഹോങ്കോങ്ങിന്റെ ഹാങ്സെങ് സൂചിക 13%-ലധികവും ടോക്കിയോയിലെ നിക്കി 8%, ഷാങ്ഹായ് 7%-ലധികം ഇടിഞ്ഞു. 1.5 വർഷത്തെ താഴ്ന്ന നിലവാരത്തിലേക്കാണ് നിക്കി സൂചിക നിലം പതിച്ചത്. ദക്ഷിണ കൊറിയയുടെ കോസ്പി 5%-ലധികം ഇടിഞ്ഞു. യൂറോപ്യൻ വിപണികളും 6% വരെ ഇടിവോടെയാണ് വ്യാപാരം നടത്തിയത്. US വിപണികളും കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട്. S&P 500 2% ഇടിഞ്ഞു. നാസ്ഡാക്ക് കോംബോ സീറ്റ് സൂചികയിൽ 1.8% ഇടിവ് രേഖപ്പെടുത്തി. ഡൗ ജോൺസ് 962 പോയിന്റ്സിൽ ഇടിഞ്ഞു. വെള്ളിയാഴ്ച US ഓഹരി സൂചികകളിൽ 5%-ലധികം ഇടിവ് നേരിട്ടിരുന്നു. ഒരു വേള സെൻസെക്സും നിഫ്റ്റിയും 5%-ലധികം ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. സെൻസെക്സ് 3939.68 പോയിന്റ് ഇടിഞ്ഞ് 71,425.01 എത്തി. BSE മിഡ് ക്യാപ് സൂചിക 3.8%, സ്മോൾ ക്യാപ് സൂചിക 4.5% ഇടിഞ്ഞു. നിഫ്റ്റി 1160.8 പോയിന്റ് ഇടിഞ്ഞ് 21,743.65 എത്തി. ഡോളറിനെതിരെ രൂപയുടെ മൂല്യവും ഇടിഞ്ഞു. 85.79 എന്ന നിലയിലാണ് രൂപയുടെ വ്യാപാരം ആരംഭിച്ചത്. ഒരു ഘട്ടത്തിൽ 85.57 എന്ന നിലയിലേക്ക് ഉയർന്ന ശേഷമാണ് 85.76 ക്ലോസ് ചെയ്തത്. വെള്ളിയാഴ്ച ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 14 പൈസ ഇടിഞ്ഞിരുന്നു. യുഎസിന്റെ പകരച്ചുങ്കം ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് വഴിയൊരുക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും ഇറക്കുമതി തീരുവ ചൈന വർദ്ധിപ്പിച്ചതും വിപണികളെ സ്വാധീനിച്ചിരുന്നു. വ്യാപാര സംഘർഷം രൂക്ഷമായതോടെ തുടർച്ചയായ 5 സെഷനുകളിൽ വിദേശ സ്ഥാപന നിക്ഷേപകർ ഓഹരികൾ വിറ്റഴിച്ചു. ഈ വർഷം വിദേശ നിക്ഷേപകർ വിറ്റഴിക്കുന്ന നിക്ഷേപം 1.5 ലക്ഷം കോടി കടന്നു. എന്നാൽ ട്രംപിന്റെ ചുങ്കം വർധനയ്ക്ക് ശേഷം ലോകമെങ്ങും ഓഹരി വിപണികൾ ഇടിയുകയായിരുന്നു. അമേരിക്കൻ വിപണിയിലെ എല്ലാ സൂചികകളും റെക്കോർഡ് നിലയിൽ നിന്നും കുത്തനെ ഇടിഞ്ഞു. ഏപ്രിൽ 4 നില വെച്ച് നാസ്ഡാക്ക് 22.85%, S&P 17.5%, ഡൗ ജോൺസ് 15% വീണത്. ഇന്ത്യയിലെ സെൻസെക്സ് 14.94%, നിഫ്റ്റി 15.61% ഇടിഞ്ഞു. ജപ്പാനിലും ചൈനയിലും യൂറോപ്പിലുമൊക്കെ ഇത് തന്നെയാണ് അവസ്ഥ. താൻ ചെയ്യുന്നത് ദുർബലമായ അമേരിക്കൻ സമ്പദ്ഘടനയെ മഹത്തായ വളർച്ചയിലേക്ക് നയിക്കാനുള്ള ശസ്ത്രക്രിയയാണെന്നും തുടക്കത്തിൽ കുറച്ച് വേദന ഉണ്ടാകുമെങ്കിലും എല്ലാം വേഗം ശരിയാകുമെന്നുമാണ് ട്രംപ് ഇപ്പോഴും പറയുന്നത്. പക്ഷേ വിപണികൾ അങ്ങനെ കരുതുന്നില്ല. ഓഹരികൾ ഇന്നലെയും തകർന്നടിയുകയാണ്. താഴ്ചയിൽ വാങ്ങി മിടുക്കരാകാൻ ശ്രമിക്കുന്നവർ പോലും കുറവായതോടെ പല വിപണികളും നിലയില്ലാ കയത്തിലായി. ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് പ്രഖ്യാപിച്ച അധിക തീരുവ 3 മാസം നീട്ടിവെക്കാൻ പ്രസിഡന്റ് ട്രംപ് ഉദ്ദേശിക്കുന്നതായി വന്ന റിപ്പോർട്ട് തിങ്കളാഴ്ച US വിപണിയെ അല്പസമയം ചാഞ്ചാട്ടത്തിലാക്കി. വിപണി 2% നേട്ടത്തിലായി. 3% ഇടിഞ്ഞു വ്യാപാരം തുടങ്ങിയ ശേഷമാണിത്. ആ റിപ്പോർട്ട് വ്യാജമാണെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചതോടെ വിപണി വീണ്ടും 2.5% ഇടിഞ്ഞു. എല്ലാ രാജ്യങ്ങൾക്കുമുള്ള 10% ചുങ്കം ശനിയാഴ്ച നിലവിൽ വന്നിരുന്നു. ഇന്ത്യയുടെ 26% അടക്കമുള്ള തീരുവ ബുധനാഴ്ച നിലവിൽ വരണം. അത് നീട്ടിവെക്കാൻ വലിയ ബിസിനസ് നേതാക്കൾ സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട്.